സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച ഒരു മരണം കൂടി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല വ്യാപനം തുടരുന്നതിനിടയിലാണ് രോഗം സ്ഥിരീകരിച്ച 7 വയസ്സുകാരന്റെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശുകേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം കോഡൂർ സ്വദേശി ആർജവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 135 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കോഴിക്കോട് ജില്ലയിലും. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ഊർജിതമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗിയുള്ളത്. സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് ഒരാൾക്ക് പോലും ഈ രോഗി ഒഴിച്ച് ബാക്കി ഒരാൾക്ക് പോലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മറച്ചു വയ്ക്കാനല്ല, ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം രോഗിക്ക് ഒരു ഡോസ് കൂടി മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നത് പരിശോധിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.